പിറ്റേ ദിവസം രാവിലെ സിദ്ധു എഴുന്നേറ്റ് ഫ്രഷായി താഴെ ചെന്ന് ഏട്ടത്തിയുടെ കയ്യിൽ നിന്നും കോഫിയും വാങ്ങിച്ചു. നേരെ തൻ്റെ മുറിയിൽ ചെന്നു. മുറിയിലെ ബാൽക്കണിയിൽ ചെന്ന് റെയിലിങ്ങിനോട് ചേർന്ന് നിന്നുകൊണ്ട് കോഫി ഒന്ന് സിപ്പ് ചെയ്ത് താഴേക്ക് നോക്കിയപ്പോൾ മുറ്റത്തെ ചെടി നനയ്ക്കുന്ന അമ്മയാണ് കാണുന്നത്. വേഗം ഫ്രഷായി താഴെ ചെന്നു. അമ്മയെ സോപ്പിട്ട് കാര്യങ്ങൾ പറയാമെന്ന് കരുതിയിരിക്കുമ്പോഴാണ് അമ്മയുടെ അകന്ന ബന്ധുവായ അമ്മായി വരുന്നത്. ആ വരവ് കണ്ടപ്പോഴേ അവൻ എന്തോ വശപ്പിശക് തോന്നി. ദൈവമേ, മഞ്ഞപ്പത്രം അമ്മായിയല്ലേ ആ വരുന്നത്? ഇന്നലത്തെ എൻ്റെ ലൈബ്രറി കേസ് അറിഞ്ഞുകൊണ്ടുള്ള വരവായിരിക്കോ? ഹേയ്, അതങ്ങനെ അറിയാൻ വഴിയില്ലല്ലോ. നല്ല അന്തസ്സായിട്ട് നാണം കെട്ട് ഒപ്പിച്ച ഈ വിവാഹം ഈ പരട്ടത്തള്ളയിന്ന് അമ്മയെ പിരികയറ്റി മുടക്കുന്ന മട്ടാണല്ലോ ഈശ്വര. അതിനു മുൻപ് എന്തെങ്കിലും ചെയ്തേ പറ്റൂ എന്നും മനസ്സിൽ പറഞ്ഞു സിദ്ധു ശ്വാസം പോലും വിടാതെ താഴെ കോടി. ആ വന്നത് സിദ്ധുവിൻ്റെ അമ്മയുടെ വകയിലൊരു അമ്മായിയായിരുന്നു. പേര് വസുമതി. പരദൂഷണം ഇത്തിരി കൂടുതലാണെങ്കിലും അസൂയക്കും കുശുവിനും ഒരു കുറവുമില്ല. ഈ അമ്മായിയുടെ മുന്നിൽ നാട്ടിലെ CCTVയും സാറ്റലൈറ്റും ഒക്കെയും തോറ്റുപോകും. അത്രയ്ക്കും ദീർഘദൃഷ്ടിയാണേ അമ്മായിക്ക്. CCTV ക്യാമറയിൽ പതിയാത്ത രംഗങ്ങൾ പോലും അമ്മായിയുടെ കണ്ണുകൾ ഒപ്പിയെടുക്കും. എന്ന് മാത്രമല്ല, അത് അപ്പം തന്നെ ആ പഞ്ചായത്ത് മുഴുവൻ പരത്തുകയും ചെയ്യും. പിന്നെ ആൾക്ക് ചെറിയൊരു സൈഡ് ബിസിനസ് കൂടിയുണ്ട്, ദല്ലാൾ പണി. അതുകൊണ്ട് നാട്ടുകാർ ബ്രോക്കർ അമ്മായി എന്ന് ഓമന പേരിട്ട് വിളിക്കുന്നു. അല്ല, ആരിത് അമ്മായിയോ? എന്താ അമ്മായി എത്ര രാവിലെ? സിദ്ധുവിൻ്റെ അമ്മ ഗീത കുശലാന്വേഷണ രൂപേണ ചോദിച്ചു. അതെന്താടി, എനിക്കിങ്ങോട്ട് വരാൻ നേരവും കാലമൊക്കെയും നോക്കണോ? അല്ലേലും നിനക്കൊന്നും ഈ അമ്മായെ കണ്ണി പിടിക്കില്ലല്ലോ. ഈ ഒക്കത്തെടുത്ത് നടന്ന കൊച്ച. ദണ്ണുണ്ട് ഗീതേ, നല്ല ദണ്ണുണ്ട്. അമ്മായി വന്ന പാടെ സെൻറ്റി കയറി പിടിച്ചു. അല്ലേലും വകയിൽ അമ്മായിമാരുടെ സ്ഥിരം പരിപാടിയാണല്ലോ ഈ സെൻറ്റി അടിയും ദണ്ണിക്കലും ദാരിദ്ര്യം പറച്ചിലും. എൻ്റെ അമ്മായി, ഇതിപ്പോൾ എത്രാമത്തെ തവണയാണ് ഈ കഥ അമ്മായി പറയുന്നത്? സത്യം പറഞ്ഞാൽ അമ്മായി ഒക്കത്തെടുത്ത് നടന്നതൊന്നും എൻ്റെ ഓർമ്മയിൽ പോലും ഇല്ല, ഗീത പറഞ്ഞു. ഓ, അപ്പം ഞാൻ നുണ പറഞ്ഞു എന്നാണോ നീ പറയുന്നേ? എൻ്റെ ഗീതേ, നീ തന്നെ ഇത് പറയണം കേട്ടോ. അല്ലേലും എനിക്കിത് തന്നെ വേണം. എൻ്റെ അമ്മായി, ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചില്ല. നിങ്ങൾ വന്ന കാര്യം പറ. നിൻ്റെ മോനെ കല്യാണം കഴിഞ്ഞാൽ നന്നാവും, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഒരു പെണ്ണിനെ വേണമെന്ന് പറഞ്ഞായിരുന്നില്ലേ? നല്ല മണി പോലത്തെ പെൺപിള്ളേരെയും കൊണ്ട് അമ്മായി വന്നത് എന്നും പറഞ്ഞ വസുമതി അമ്മായി തൻ്റെ ബാഗിൽ നിന്നും ഫോട്ടോ എടുക്കുന്ന നേരത്താണ് സിദ്ധു അങ്ങോട്ട് കയറി വരുന്നത്. അയ്യോ, അമ്മായി ഇത്തിരി വൈകിപ്പോയല്ലോ. അപ്പോൾ അമ്മായി ഒന്നും അറിഞ്ഞില്ല? എനിക്ക് പെണ്ണ് സെറ്റായി. ഷോ, അമ്മ ഒന്നും പറഞ്ഞില്ലേ? എന്താ അമ്മ ഇത്? പാവം ഈ അമ്മായി രാവിലെ തന്നെ ഇങ്ങോട്ട് വരുത്തിക്കണമായിരുന്നോ? സിദ്ധു തൻ്റെ അമ്മയോടെന്ന പോലെ പറഞ്ഞു. നിനക്ക് പെണ്ണ് സെറ്റായിരുന്നോ? ഇന്നലെ വൈകുന്നേരം ഞാൻ നിൻ്റെ അമ്മയെ കണ്ടായിരുന്നല്ലോ. എന്നിട്ടും നിൻ്റെ അമ്മ ഒന്നും പറഞ്ഞില്ല എന്നോട്. അത് പിന്നെ മനഃപൂർവ്വം പറയാത്തതാ. അമ്മായി മുടക്കിയാലോ എന്നൊരു പേടി അമ്മയ്ക്കുണ്ടേ. അമ്മായിയുടെ ബാക്ക്ഗ്രൗണ്ട് അങ്ങനെയാണല്ലോ. സിദ്ധു അത് പറഞ്ഞതും വസുമതി അമ്മായി ഗീതയെ കൂർപ്പിച്ചു നോക്കി. അയ്യോ അമ്മായി, ഞാൻ ഗീത എന്തോ പറയാൻ വന്നതും സിദ്ധു അമ്മയുടെ വാ പൊത്തിപ്പിടിച്ചു. അമ്മായിക്ക് അതൊന്നും ഒരു കുഴപ്പമില്ല. ഒക്കത്തെടുത്ത് നടന്ന കൊച്ചല്ലേ, നമ്മുടെ അമ്മായിയല്ലേ ഇത്? അല്ല അമ്മായി? സിദ്ധു അമ്മായിയെ സോപ്പിട്ട് പതപ്പിച്ചു. അമ്മായി ഒരുവിധം മൂളി ഒതുക്കി. അല്ല ഗീതേ, പെണ്ണെവിടെയാണെന്ന് പറഞ്ഞില്ലല്ലോ. വല്ലതും കിട്ടുമോ? അയ്യോ അമ്മായി, പെണ്ണ് ഈ നാട്ടുകാരിയല്ല, അങ്ങ് തമിഴ്നാട്ടിലാ. പേര് തെന്നൽ, അച്ഛൻ രംഗൻ, അമ്മ ശിവകാമി, അനിയത്തി തേൻമൊഴി. അവർക്കേ മലയാളം പറഞ്ഞാൽ മനസ്സിലാവില്ല കേട്ടോ. ഇനിയിപ്പോൾ അമ്മായി മലയാളത്തിൽ പറഞ്ഞാലും അവർക്കൊന്നും தெரியாது. സിധുവിൻ്റെ പറച്ചിൽ കേട്ട് അവൻ്റെ അമ്മയ്ക്ക് ചിരിയും വരുന്നുണ്ട്. എന്നാൽ അമ്മായി ചെല്ല്, ദാ ഇത് കൂടി വെച്ചോ. സിദ്ധു തൻ്റെ പോക്കറ്റിൽ നിന്നും 500ൻ്റെ നോട്ടെടുത്ത് അവരുടെ കയ്യിൽ വെച്ച് കൊടുത്തു. അതെ അമ്മായി, എൻ്റെയും തെന്നലിൻ്റെയും കല്യാണത്തിനെ അമ്മായി 2 ദിവസം മുന്നേ വരണേ എന്നും പറഞ്ഞ് സിദ്ധു അവരെ ഒരുവിധം പറഞ്ഞു വിട്ട് ഗേറ്റ് അടച്ചു. പിന്നീട് സിദ്ധു നേരെ ചെന്നത് തൻ്റെ അമ്മയുടെ അരികിലേക്കാണ്. അമ്മയെ കെട്ടിപ്പിടിച്ച് കവളിൽ ഉമ്മ വെച്ചുകൊണ്ട് അവൻ തൻ്റെ സന്തോഷം പ്രകടിപ്പിച്ചു. എന്താണ് ഒരു പ്രത്യേക സ്നേഹപ്രകടനമൊക്കെയും? എൻ്റെ മോന് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ? അമ്മ, ഇന്നലെ നടന്നത് മുഴുവൻ അമ്മയ്ക്ക് അറിയാവുന്നതല്ലേ. അമ്മയ്ക്ക് എന്നോട് ദേഷ്യമുണ്ടോ? എനിക്കെന്തിനാ ദേഷ്യം? എനിക്കൊരു ദേഷ്യമില്ല. ഇതൊരു നിമിത്തമായിരിക്കും, അമ്മ പറഞ്ഞു. അതെ അമ്മ, എല്ലാത്തിനും അതിൻ്റേതായ സമയമുണ്ടെന്ന് പറയാറില്ലേ? ഇതായിരിക്കുമല്ലേ എൻ്റെ സമയം. എനിക്ക് അവളെ ഒരുപാട് ഇഷ്ടമാണ്. അമ്മ പറഞ്ഞതുപോലെ
നല്ല കുട്ടിയാ അവള്. ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നതുകൊണ്ട് എനിക്കവളെ കിട്ടിയാലായി അത്രമാത്രം. അല്ലെങ്കിലേ അവൾ ഈ വിവാഹത്തിന് സമ്മതിക്കില്ല. അവൾക്ക് എന്നെ ഇഷ്ടമൊക്കെയും തന്നെയാ. പക്ഷേ നമ്മുടെ നന്ദു അവളും അത്ര രസത്തിലല്ല. അമ്മയുടെ കൈനോട്ടക്കാരൻ സ്വാമി പറഞ്ഞതുപോലെ കല്യാണം കഴിച്ചാൽ ഞാൻ നന്നായെങ്കിലോ? എനിക്ക് ഉറപ്പുണ്ടമ്മ, ഞാൻ നന്നാവും. ഇല്ലെങ്കിലേ അവളെന്നെ നന്നാക്കിയെടുക്കും. അമ്മ അച്ഛനോടും ഏട്ടനോടും പറഞ്ഞേ ഞങ്ങളുടെ വിവാഹം എത്രയും പെട്ടെന്ന് നടത്തി തരണം. സിദ്ധു അമ്മയെ കെട്ടിപ്പിടിച്ചുകൊണ്ടാണ് ഈ പറയുന്നത്. അവന് പവി അത്രയ്ക്ക് ഇഷ്ടമാണെന്നറിഞ്ഞപ്പോൾ അമ്മ അച്ഛനോട് പറയാമെന്ന് സമ്മതിച്ചു. അന്നേരാണ് ജോഗ്യം കഴിഞ്ഞ് അച്ഛനും ചേട്ടനും അങ്ങോട്ട് വരുന്നത്. അമ്മ ഡാഡിക്കുൾ വരുന്നുണ്ട്. അമ്മ കൂളായി കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്തേ. രണ്ടുപേരെയും ഒന്ന് സമ്മതിപ്പിക്കണം എന്നും പറഞ്ഞ സിദ്ധു നൈസായി അവിടുന്ന് സ്ഥലം വിടാനൊരുങ്ങി. അച്ഛനും ചേട്ടനും ഗാർഡൻ ബെഞ്ചിലിരുന്ന് വെള്ളം കുടിക്കുന്നുണ്ട്. അതിനിടയിൽ രണ്ടും കണ്ണുകൊണ്ട് എന്തോ കാണിച്ചു. മിസ്റ്റർ പരമേശ്വർ, ഇളയ മോൻ്റെ കല്യാണമാണെന്ന് കേട്ടു. ആ തലതിരിഞ്ഞ ചെറുക്കനെ കൊണ്ട് പെണ്ണ് കെട്ടിച്ച് ആ പെണ്ണിൻ്റെ ലൈഫ് കൂടി കളയണോ? സിദ്ധു കേൾക്കാൻ പാകത്തിൽ അരവിന്ദ് തൻ്റെ അച്ഛനോട് ചോദിച്ചു. എന്ത് ചെയ്യാനാടോ, ഞാൻ ആ കഴിവേറിയുടെ തന്തയായിപ്പോയില്ലേ. ഇനിയിപ്പോൾ ആ കൊച്ചു വന്നിട്ടെങ്ങാനും അവന് വകതിരിവുണ്ടായാലോ? എന്തായാലും നനഞ്ഞു. ഇനിയിപ്പോൾ കുളിച്ചിട്ട് കയറാം അല്ലേ? എടോ, ഞങ്ങളെ ഇന്ന് ആ കൊച്ചിൻ്റെ വീട് കാണാൻ പോകുന്നുണ്ട്. താൻ കൂടെ പോരുന്നോ? ഓ, എന്നാൽ നമ്മൾ മാത്രം പോയേക്കാം. അല്ലേലും എന്നും കാണുന്ന പെണ്ണിന് അവനെന്ത് കാണാനാ? അരവിന്ദ് ചിരി കടിച്ചു പിടിച്ചുകൊണ്ട് പറഞ്ഞു. അതൊന്നും പറ്റില്ല. ചെക്കനില്ലാതെ എന്തോന്ന് പെണ്ണ് കാണൽ. ഞാൻ വരും. അവരുടെ സംസാരം ശ്രദ്ധിച്ചു നിന്ന് സിദ്ധു പറഞ്ഞു. അങ്ങോട്ട് മാറി ചെക്ക, മുട്ടേന്ന് വിരഞ്ഞില്ല, അവന് കെട്ടണം പോലും എന്നും പറഞ്ഞ് അരവിന്ദ് അവനെ തള്ളി മാറ്റി അകത്തേക്ക് നടന്നു. അന്നേരം അവൻ ദയനീയമായി അച്ഛനെ നോക്കിയപ്പോൾ അവനെ പുച്ഛിച്ചുകൊണ്ട് അച്ഛനും നടന്നു. അന്നേരം അവൻ അമ്മയെ നോക്കി കണ്ണുകൊണ്ട് കിഞ്ചി. എല്ലാം ശരിയാക്കാം എന്നും പറഞ്ഞ് അമ്മ അവർക്ക് പിന്നാലെ നടന്നു. മുട്ടേന്ന് വിരിഞ്ഞില്ല പോലും. കല്യാണം കഴിഞ്ഞോട്ടെ, ഞാൻ കാണിച്ചു കൊടുക്കാം മുട്ടേന്ന് വിരിഞ്ഞിനോ ഇല്ലയോ എന്ന്. അച്ഛനാകുന്നതിന് മുന്നേ ഞാൻ നിങ്ങളെ വല്യച്ഛനാക്കും, നോക്കിക്കോ. ഷോ, അതെങ്ങനെ ശരിയാവും? അവൾ പഠിക്കല്ലേ. തൽക്കാലം അത്രയ്ക്കും കടന്ന് ചിന്തിക്കണ്ട. എല്ലാം പതിയെ സെറ്റാക്കാം. പക്ഷേ കല്യാണം കഴിഞ്ഞാൽ ഞാൻ ഈ വീടേ ഒരു പ്രണയ വീടാക്കി മാറ്റും. ഞാനും പവിയും അവരുടെ മുന്നിൽ വെച്ച് ഇങ്ങനെ പ്രണയിച്ച് പാറി പാറി നടക്കും എന്നും സ്വയമേ പറഞ്ഞുകൊണ്ട് അവൻ അകത്തേക്ക് നടന്നു. നന്ദന ജോഗിങ് കഴിഞ്ഞ് വരുന്ന വഴിയാണ് വസുമതി അമ്മായിയെ കാണുന്നത്. മനസ്സിലെന്തോ ലക്ഷ്യവുമായി അവൾ അവരുടെ അരികിലേക്ക് നടന്നു. അമ്മായി, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖല്ലേ? പുതിയ ന്യൂസ് വല്ലതുണ്ടോ? ചെറിയാളെ അത് പറഞ്ഞതും അമ്മായി അത് ഇഷ്ടപ്പെടാത്ത മട്ടിൽ അവളെ ഒന്ന് നോക്കി. ഓ, പ്രത്യേകിച്ച് അസുഖമൊന്നുമില്ല. പിന്നെ വിശേഷം അത് നിങ്ങളുടെ വീട്ടിലല്ലേ. എന്നാലും അമ്മായിയുടെ കയ്യിലെ കേരളത്തിലെ 14 ജില്ലകളിൽ നിന്നുള്ള കിളി പോലത്തെ കൊച്ചുങ്ങളുണ്ടാകുമ്പോൾ തമിഴ്നാട്ടിൽ പോയി സംബന്ധം ആലോചിക്കണമായിരുന്നോ? അമ്മായി ആരുടെ കാര്യം പറയുന്നത്? നെറ്റി ചുളിച്ചുകൊണ്ട് നന്ദു ചോദിച്ചു. മറ്റാരുടെയാ? നിന്റെ ഏട്ടൻ്റെ തന്നെ. എൻ്റെ ഏട്ടന് തമിഴ്നാട്ടിൽ നിന്നും കല്യാണം ആലോചിച്ചെന്നോ? നല്ല കാര്യമായി. ആരാ അമ്മായിയുടെ ഈ നുണയൊക്കെ പറഞ്ഞേ? നിന്റെ ഏട്ടൻ ചെറുക്കനില്ലേ, അവൻ തന്നെ. അയ്യോ, ഏട്ടൻ അമ്മായിയെ പറ്റിച്ചതാ. പക്ഷേ ഏട്ടന് പെണ്ണ് സെറ്റായിട്ടോ. അതെ, തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നുമല്ല, ഇവിടെ തന്നെയുള്ള കൊച്ചാ. അമ്മായി പരദൂഷണം പറഞ്ഞ് മുടക്കുമെന്ന് കരുതി ഏട്ടൻ പറയാത്തതാ. നിന്നോട് ആരാടി പറഞ്ഞേ ഞാൻ പരദൂഷണം പറയുന്നു? അത് പിന്നെ ഞാൻ പറഞ്ഞതല്ല, ഏട്ടൻ തന്നെയാ. അവൻ തന്നെയാ പറയുന്നത് അമ്മായി നാട്ടിലെ മഞ്ഞപത്രാണെന്ന്. ആഹാ, അവൻ അങ്ങനെ പറഞ്ഞു അമ്മായി. അത് മാത്രമല്ല, അമ്മായിയെപ്പോലെ പരദൂഷണം പറയുന്ന ഒരാളെ ഈ ജില്ലയിൽ മാത്രമല്ല കേരളത്തിലെ ഒരു ജില്ലയിലും ഇല്ലെന്ന്. ആഹാ, അത്രയ്ക്കായ? വസുമതി ആരാണെന്ന് ഞാൻ അവന് കാണിച്ചു കൊടുക്കുന്നുണ്ട്. കൊടുക്കണം അമ്മായി, കൊടുക്കണം. അതെ, അമ്മായിക്കറിയോ, ഏട്ടൻ പ്രേമിച്ച് കെട്ടാൻ പോവുക. ആ പെണ്ണ് വന്നത് പിന്നെ ഏട്ടനെ എന്നെ കണ്ണെടുത്താൽ കണ്ടൂടാ. ഞങ്ങൾ എന്ത് സ്നേഹത്തിലായിരുന്നു. അവൾ നമ്മുടെ കുടുംബത്തിൽ വന്ന കുടുംബം കുട്ടിച്ചോറാക്കുന്നു മാത്രമല്ല, അമ്മായിക്ക് ആ വീടിൻ്റെ പടി ചവിട്ടാൻ പറ്റുമെന്ന് തോന്നില്ല. അത്രയ്ക്കും ഭീകരി അവള്? വസുമതി ചോദിച്ചു. കൊടും ഭീകരി. അമ്മായിയെ, നമ്മുടെ കുടുംബം കുട്ടിച്ചോറാവണോ അതോ? നീ എന്താ കൊച്ചായി പറഞ്ഞു വരുന്നേ? അത് പിന്നെ അമ്മായി മോതിരം അങ്ങ് പിടിച്ചേ. കാൽപ്പവൻ്റെ മോതിരാട്ടോ. സ്വർണത്തിനൊക്കെ ഇപ്പം എന്താ വില അല്ലേ? നന്ദു അതും പറഞ്ഞുകൊണ്ട് ആ മോതിരം വസുമതിയുടെ വിരലിട്ട് കൊടുത്തു. അയ്യോ, അമ്മായിക്ക് മോതിരം എന്ത് ചേർച്ചയാ? ഷോ, എനിക്ക് പോലും ഇത്രയും ചേർന്നിട്ടില്ല.
ഇനി അടുത്ത തവണ ഞാൻ അമ്മായിക്കേ ഒരു സ്വർണ്ണ വള തരുന്നുണ്ട്. കൊച്ചിൻ്റെ ചാട്ടം ഇങ്ങോട്ടാന്നേ മനസ്സിലാവുന്നുണ്ടിട്ടാ. ഈ കല്യാണം മുടക്കണം അല്ലേ? വസുമതിയുടെ ചോദ്യം കേട്ട് നന്ദു ഒന്ന് മൂളി. നിന്റെ നിൽപ്പും ഭാവവും കണ്ടപ്പോഴേ തോന്നി, കൊച്ചിത്രയും നിർബന്ധിച്ച സ്ഥിതിക്ക് മുടക്കിക്കളയാം എന്തേ? താങ്ക് യു അമ്മായി. നന്ദു അവരുടെ കവിളി പിടിച്ച് വലിച്ചുകൊണ്ട് പറഞ്ഞു. താങ്ക്സ് ഒക്കെ അവിടെ നിൽക്കട്ടെട്ടാ. അടുത്ത തവണ കാണുമ്പോൾ വള തരാമെന്ന് പറഞ്ഞില്ലേ, അതങ്ങ് തന്നാൽ മതി. ഇല്ലെങ്കിലേ എൻ്റെ വിധം മാറും. ഇതല്പം റിസ്ക്കുള്ള ജോലിയാ. ആ ചെറുക്കനെങ്ങാനും അറിഞ്ഞാൽ എൻ്റെ തല കാണില്ല. ഇല്ലമ്മായി, ആരും അറിയാൻ പോണില്ല. ഇന്നിപ്പോൾ എന്തായാലും മുടക്കൽ നടക്കില്ല. വീട്ടിലെല്ലാവരും പെണ്ണ് കാണാൻ പോവാ. ഞാനും പോകുന്നുണ്ട്. ഞാൻ അവിടെ പോയി തകർത്ത് അഭിനയിച്ചിട്ട് വരാം. എൻ്റെ മേലൊരു സംശയം ഉണ്ടാവരുതല്ലോ. പിന്നെ ഇക്കാര്യം നമ്മൾ രണ്ടുപേരല്ലാതെ മൂന്നാമതൊരാൾ അറിയാൻ പാടില്ല. ഇല്ല കൊച്ചേ, ആരും അറിയില്ല. കൊച്ചു ധൈര്യമായിട്ടിരിക്കെ. ഈ വസുമതി ഒരു ജോലി ഏറ്റെടുത്താൽ വിജയം കണ്ടേ മടങ്ങൂ. അതെനിക്ക് അറിഞ്ഞൂടെ എൻ്റെ അമ്മായിയെ. അതിനുള്ള തെളിവല്ലേ ഈ നാട്ടിലെ പുര നിറഞ്ഞു നിൽക്കുന്ന പെൺപിള്ളേർ. നീ എന്തോ കുത്തിപ്പറയുന്നത് പോലെ തോന്നുന്നുണ്ടല്ലോ കൊച്ചേ. അങ്ങനെയൊന്നുമില്ല. എന്നാൽ ഞാൻ ചെല്ലട്ടെ. നമ്മളിവിടെ നിന്ന് സംസാരിക്കുന്നത് ആരെങ്കിലും കണ്ടാൽ സംശയം തോന്നും എന്നും പറഞ്ഞു നന്ദു അവിടെ നിന്ന് നടന്നു നീങ്ങി. ഗീതയും പരമേശ്വരനും ആ രണ്ട് ആൺപിള്ളേരും പാവാണല്ലോ. ഈ പാഷാണത്തിൽ കൃമി ആരുടെ സ്വഭാവം കൊണ്ട് വന്നതാണോ അതോ ഇനിയിപ്പോൾ എൻ്റേത് വല്ലതും ആണോ? നന്ദുവിൻ്റെ പോക്ക് നോക്കി നിന്നുകൊണ്ട് വസുമതി പറഞ്ഞു. എന്തേലും ആവട്ടെ, സ്വർണ്ണവള കിട്ടുന്ന കേസാണ്. അതുകൊണ്ടേ ഈ കല്യാണം മുടക്കിയേ പറ്റൂ എന്ന് പറഞ്ഞുകൊണ്ട് വസുമതി തൻ്റെ വീട് ലക്ഷ്യം വെച്ച് നടന്നു. നന്ദുവിൻ്റെ വീട്ടിലേക്കുള്ള യാത്രയിലാണ് സിദ്ധുവും വീട്ടുകാരും. അച്ഛനും അമ്മയും ഏട്ടനും ഏട്ടത്തിയും നന്ദുവും ഒരു കാറിലാണ് പോയത്. സിദ്ധു കൂട്ടുകാരുടെ കൂടെ അവൻ്റെ കാറിലും. വണ്ടി ഡ്രൈവ് ചെയ്യുന്നത് ജീവിയായിരുന്നു. സിദ്ധുവിൻ്റെ കയ്യിലൊരു ബൊക്കയും കൂടിയുണ്ട്. പവിക്ക് ബൊക്കെ നൽകുന്ന നിമിഷം ഓർക്കവേ അവൻ്റെ ചുണ്ടിൽ ഒരിളം പുഞ്ചിരി വിരിഞ്ഞു. അവൻ ബൊക്കെ നെഞ്ചോടടുപ്പിച്ചു പുറത്തേക്ക് ദൃഷ്ടി പതിപ്പിച്ചിരുന്നു. അതിനിടയിൽ കൂട്ടുകാർ ഓരോന്ന് പറഞ്ഞ് അവനെ കളിയാക്കുന്നുണ്ട്. എടാ, ശരിക്കും ഇന്നലെ രാത്രി വല്ലതും നടന്നായിരുന്നു? അല്ലെങ്കിൽ പിന്നെ നീ എന്തിനാ ഷർട്ടൊക്കെ ഊരി നിന്നത്? അതുമല്ല, നിന്റെ ഷർട്ട് അവളും ഇട്ടിട്ടുണ്ടായിരുന്നു. പിറകിലിരിക്കുന്ന ജീവയാണത് ചോദിച്ചത്. അത് പിന്നെ അവളുടെ ഷർട്ട്. സിദ്ധു അത്രയും പറഞ്ഞു നിർത്തി. അവളുടെ ഷർട്ടിന് എന്ത് പറ്റി? അത് പിന്നെ, അല്ലെങ്കിൽ വേണ്ട, നിങ്ങളോടത് പറഞ്ഞാൽ ശരിയാവില്ല. പിന്നെ നിങ്ങൾ കരുതും പോലെ ഒന്നും ഇന്നലെ നടന്നിട്ടില്ല. എന്തിന്, ഒന്ന് കിസ് ചെയ്യാൻ പോലും അവസരം കിട്ടില്ല. ഇത്രയും നേരം അതിനകത്ത് ഉണ്ടായിട്ട് കിസ് ചെയ്തില്ല എന്ന് വെച്ചാ, അയ്യേ, തേജയാണിത് പറഞ്ഞത്. പോടാ, അതിനവൾ സമ്മതിച്ചിട്ട് വേണ്ടേ? 2 തവണ കവിളിലേക്ക് ഉമ്മ കൊടുത്തു, പിന്നെ 2 തവണ കയ്യിലേക്കും. അത് മാത്രമാണ് എൻ്റെ അച്ചീവ്മെൻറ്റ്സ്. നിൻ്റെ ഈ ദാരിദ്ര്യം പറച്ചിലേ എന്ന് തീരും എന്തോ. ജീവ കൈ മലർത്തി. അപ്പോൾ വലിയ പുരോഗതിയൊന്നും ഉണ്ടായിട്ടില്ല. ഇന്നിപ്പോൾ ലൈസൻസ് കിട്ടുമല്ലോ, അപ്പം പിന്നെ എത്ര വേണേലും ഉമ്മിക്കാലോ അല്ലേ? അഭിയാണത് പറഞ്ഞത്. പോടാ, അവൾ ആ ടൈപ്പല്ലടാ. അതുകൊണ്ട് ഞാനും നോക്കിയും കണ്ടൊക്കെയാണ് പെരുമാറുന്നത്. അവൾ എന്നോട് ഇതുവരെയായിട്ട് എന്നെ ഇഷ്ടമാണെന്ന് പോലും പറഞ്ഞിട്ടില്ല. സിധു നിരാശയോടെ പറഞ്ഞു. പിന്നെ ഇത്രയും നാൾ നിങ്ങൾ എന്ത് തേങ്ങയാ സംസാരിച്ചേ? തേജ ചോദിച്ചു. അത് പിന്നെ അവൾക്ക് എന്നെ ഇഷ്ടമൊക്കെയും തന്നെയാണ്. പക്ഷേ ഞാൻ പറഞ്ഞ സമയം കഴിയാതെ അവളത് സമ്മതിച്ച് തരില്ല എന്ന വാശിയില്ല. അപ്പം പിന്നെ നീ അവളെ കല്യാണം കഴിച്ചിട്ട് പ്രത്യേകിച്ച് ഗുണമുണ്ടാകുന്നു എനിക്ക് തോന്നുന്നില്ല. ജീവ പറഞ്ഞു. അക്കാര്യം നാക്കെടുത്തും വളക്കാതെടാ. നീ നോക്കിക്കോ, ഈ കല്യാണം ഒന്ന് കഴിഞ്ഞോട്ടെ. ഞാൻ അവളെ പ്രണയം കൊണ്ട് പൊതിയും. അധികം വൈകാതെ അവൾ എന്നോട് പറയും, ഐ ലവ് യു സിധു എന്ന്. ഞാൻ പറഞ്ഞ ബെറ്റ് ടൈമിൽ 2 മാസത്തിൽ 1 മാസം കൂടി ബാക്കിയുണ്ട്. ഇനിയിപ്പോൾ കല്യാണത്തിന് മുഹൂർത്തം കുറിക്കുന്ന സ്വാമിയെ മണിയടിച്ച് ഒരാഴ്ച കൊണ്ട് കല്യാണം നടത്തണം. പിന്നെ ഫസ്റ്റ് നൈറ്റ്, ഹണിമൂൺ, ഇതൊക്കെയായി ഒരു 15 ദിവസം. അതിനുള്ളിൽ ഒരു ഫ്ലോയിൽ ഓരോന്ന് പറയുന്നുണ്ട് സിദ്ധു. അതിനുള്ളിൽ അഭി ഒരു ഇടത്തിൽ ചോദിച്ചു. അതിനുള്ളിൽ ഞാൻ അവളെ കൊണ്ട് ഇഷ്ടം പറയിപ്പിച്ചെടുക്കും. അങ്ങനെ, ഞാൻ തെറ്റിദ്ധരിച്ചു. അങ്ങനെ നിങ്ങളിപ്പോൾ കൂടുതലൊന്നും ധരിക്കാൻ നിൽക്കണ്ട. 5 വർഷം കഴിഞ്ഞിട്ട് മാത്രമേ ഞങ്ങൾ ലൈഫ് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അതുവരെ വല്ല കിസ്സും ഹഗ്ഗും ലിപ് ലോക്കും ഒക്കെ ആയി ഞങ്ങളിങ്ങനെ നാളുകൾ തള്ളി നീക്കിക്കൊള്ളാം. കല്യാണം കഴിഞ്ഞിട്ടും നീ ഇത് തന്നെ പറയണം. സുന്ദരിയായ പെണ്ണെ, അടുത്ത് കിടന്നിട്ട് നിൻ്റെ കൺട്രോൾ പോയില്ലെങ്കിലേ നിനക്ക് കാര്യമായ കുഴപ്പമുണ്ടെന്നേ ഞാൻ പറയുള്ളൂ എന്നുള്ള ജീവയുടെ പറച്ചിൽ കേട്ട് സിദ്ധു എന്നെ കൂർപ്പിച്ച് നോക്കി. നീയൊക്കെ കൂടി എന്നെ ചീത്തയാക്കി അടങ്ങൂ ഷോ എന്നും പറഞ്ഞ് സിദ്ധു പുറത്തേക്ക് നോട്ടമറിഞ്ഞു.
ഇതേ സമയം പവ്യയുടെ വീട്ടിൽ സിദ്ധുവിൻ്റെ വീട്ടുകാർ വരുന്നുണ്ടെന്ന് വിളിച്ച് പറഞ്ഞത് പ്രകാരം ചില്ലു പവ്യ ഒരുക്കുന്ന തിരക്കിലാണ്. മതിയടി, എനിക്കെന്തോ ചമ്മൽ പോലെ. അതുമല്ല, ആ നന്ദന പിശാശ് കൂടെ ഉണ്ടാവുമല്ലോ എന്ന് ഓർക്കുമ്പോൾ ആകെ ഒരു നെഗറ്റീവ് ഫീൽ. പവി വാടിയ മുഖത്തോടെ പറഞ്ഞു. നീ അത് കാര്യമാക്കണ്ട, അവൾ നന്നായെന്നല്ലേ അവൾ പറഞ്ഞ്. ഇനിയിപ്പോൾ അല്ലെങ്കിൽ നമുക്കും അറിയാം അവളേക്കാൾ തറയാവാൻ. ഇതുപോലെ അവളെയും പെട്ടെന്ന് കെട്ടിച്ചു വിടാനുള്ള പദ്ധതി നമുക്ക് ഉണ്ടാക്കാമേ എന്നുള്ള ചില്ലുവിൻ്റെ പറച്ചിൽ കേട്ട് പവി അവളെ നോക്കിപ്പോയി. അപ്പോഴേക്കും പുറത്തുനിന്ന് കാറിൻ്റെ ഹോൺ മുഴക്കുന്ന ശബ്ദം കേട്ടു. ചില്ലു മുറിയുടെ ജനാല തുറന്ന് താഴേക്ക് നോക്കി. മുറ്റത്ത് 2 കാറ് വന്ന് നിർത്തി. അതിലൊരെണ്ണം സിദ്ധുവിൻ്റെ കാറാണെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ ചില്ലുവിന് മനസ്സിലായി. കാറിൽ നിന്നും സിദ്ധുവും ഫ്രണ്ട്സും ഇറങ്ങി. മറ്റേ കാറിൽ നിന്നും സിദ്ധുവിൻ്റെ വീട്ടുകാരും. കൂടെ നന്ദുവിനെ കണ്ടതും ചില്ലുവിൻ്റെ മുഖം ചുളുങ്ങി. ചില്ലു പവിയെ വിളിച്ച് ആ കാഴ്ച കാട്ടിക്കൊടുത്തു. പവിയുടെ കണ്ണുകൾ സിദ്ധുവിലുടക്കി. കാറിൽ നിന്നിറങ്ങിയ സിദ്ധു തൻ്റെ ഡ്രസ്സും മുടിയും ഒക്കെ നേരെയാക്കുന്നുണ്ട്. കോഫി കളറിലുള്ള ഗുർഖ പാൻറ്റും ഓഫ് വൈറ്റ് കളറിലുള്ള ഷർട്ടും ആയിരുന്നു അവൻ്റെ വേഷം. ഷർട്ടിൻ്റെ സ്ലീവ് മുട്ടുവരെ മടക്കിയിട്ടുമുണ്ട്. ശേഷം കൂളിംഗ് ഗ്ലാസും ധരിച്ച് കാറിൻ്റെ സീറ്റിൽ നിന്നും ബൊക്കയെടുത്ത് അവൻ മുന്നോട്ട് നടക്കുന്നുണ്ട്. ആദ്യമായി കാണുന്ന പോലെ അവൾ സിദ്ധുവിനൊന്ന് നോക്കി നിന്നു. അവളുടെ ഹൃദയം ക്രമാതീതമായി മിടിക്കാൻ തുടങ്ങി. ഒപ്പം ചുണ്ടിലൊരുള്ളം പുഞ്ചിരിയും വിരിഞ്ഞു. നാണമാണോ ചമ്മലാണോ അതോ പേടിയാണോ എന്ന് വേർതിരിച്ചെടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അവൾക്ക്. എടി, നിന്റെ ചെക്കൻ ഒടുക്കത്തെ ലുക്കിലാണല്ലോ വന്നേക്കണേ. അവൻ്റെ വരവ് കെട്ടിട്ടെ ഇപ്പം തന്നെ കെട്ടിക്കൊണ്ട് പോകുന്ന മട്ടാണല്ലോ എന്നുള്ള ചില്ലുവിൻ്റെ പറച്ചിലിൽ പവിയുടെ മുഖം ചുവന്നു വന്നു. വാ, നമുക്ക് താഴെ പോവാം എന്നും പറഞ്ഞ് ചില്ലു അവളുടെ കൈയും പിടിച്ച് താഴേക്ക് നടന്നു. സിദ്ധുവിൻ്റെ അച്ഛനും അമ്മയും ചേട്ടനും ചേട്ടത്തിയൊക്കെയും അകത്തേക്ക് നടന്നു. പിന്നാലെ നന്ദുവും സിദ്ധുവും സിദ്ധുവിൻ്റെ കൂട്ടുകാരും. ചില്ലുവിൻ്റെ അച്ഛനും അമ്മയും പവയുടെ അമ്മയും അവരെ അകത്തേക്ക് സ്വീകരിച്ചിരുത്തി. സിദ്ധുവിൻ്റെ മുഖത്ത് നല്ല ചമ്മലുണ്ട്. അത് മറ്റൊന്നും കൊണ്ടായിരുന്നില്ല, അമ്മമാരെ ഫേസ് ചെയ്യേണ്ടി വന്നപ്പോഴുള്ള ആ ഒരു ചമ്മലായിരുന്നു. അവൻ തൻ്റെ കൂളിംഗ് ഗ്ലാസ് ഊരി അവരെ നോക്കി ചിരിച്ചതും അവനൊരു പുഞ്ചിരി കൈമാറി. ലിവിംഗ് റൂമിലെ സെറ്റിയിൽ ഇരുന്നുകൊണ്ട് പരമേശ്വരനും ഗീതയും വീടൊന്ന് കണ്ണോടിച്ചു. സിദ്ധുവിൻ്റെ കണ്ണുകൾ പവിക്ക് വേണ്ടി അലഞ്ഞു നടക്കുന്നുണ്ട്. ഇരു വീട്ടുകാരും ഓരോന്ന് സംസാരിക്കുന്നുണ്ട്. അതിനിടയിൽ സിദ്ധുവിൻ്റെ അമ്മ പെണ്ണിനെ തിരക്കി. അമ്മമാരുടെ വിളി വന്നതും ചില്ലു പവിയെ ഉന്തിത്തള്ളി വിട്ടു. വർദ്ധിച്ചു വന്ന നെഞ്ചിരിപ്പോടെ പവി ഹാളിലേക്ക് നടന്നു. പിന്നാലെ ചില്ലുവും. പവിയുടെ വരവ് കണ്ടതും നന്ദുവിലൊഴിച്ചു ബാക്കിയുള്ള മുഖങ്ങളിൽ ചെറുപുഞ്ചിരി വിരിഞ്ഞു. സ്കൈ ബ്ലൂ കളറിലുള്ള ചുരിദാറായിരുന്നു പവിയുടെ വേഷം. സിമ്പിൾ മേക്കപ്പ് ആൻഡ് ഓർണമെൻറ്റ്സ്. മുടി ചെറുതായി കേൾ ചെയ്തിട്ടുണ്ട്. കുറച്ചു മുടിയെടുത്ത് കുഞ്ഞു ക്രാബ് വെച്ച് കെട്ടിവെച്ചിട്ടുണ്ട്. ബാക്കിയൊക്കെ ഫ്രീ ആയി വിട്ടിട്ടുണ്ട്. അവളെ കണ്ടതും സിദ്ധുവിൻ്റെ കണ്ണുകൾ വിടർന്നു. ആദ്യമായി കാണും പോലെ അവനവളെ നോക്കി നിന്നു. അവൻ്റെ നോട്ടം കണ്ട് കൂട്ടുകാർ അവനൊന്ന് തോണ്ടി. പവി ചമ്മൽ മറച്ചു പിടിച്ച് എല്ലാവരെയും നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. കൂട്ടത്തിൽ അറിയാതെ അവളുടെ കണ്ണുകൾ സിദ്ധുവിൽ എത്തി നിന്നതും അവൻ അവളുടെ എക്സ്പ്രഷൻസൊക്കെയും ഒപ്പിയെടുത്ത് ചുണ്ടിലൊളിപ്പിച്ച ചിരിയാലെ അവളെ തന്നെ നോക്കി നിൽക്കുന്നുണ്ട്. അവൾ പെട്ടെന്ന് നോട്ടം മാറ്റിക്കളഞ്ഞു. ശേഷം അവൻ്റെ ഫ്രണ്ട്സിനെ നോക്കി ചിരിച്ചു. ഇതിപ്പോൾ ആദ്യമായിട്ടാണ് പവി അവർക്കൊരു പുഞ്ചിരി കൈമാറുന്നത്. അല്ലെങ്കിൽ എപ്പോഴും ജാടയാണല്ലോ. നന്ദു കൃത്രിമ പുഞ്ചിരിയോടെ പവിയുടെ അരികിലേക്ക് വന്നു. പവിയെ ഇറുകെ പുണർന്നു. എല്ലാവരുടെ മുന്നിൽ വെച്ചായതുകൊണ്ട് പവിയുടെ കൈകൾ തിരികെ നന്ദുവിനെയും പുണർന്നു. ശേഷം അവളെ നോക്കി ചിരിച്ചെന്ന് വരുത്തി. ഇത് കണ്ട ചില്ലു ഒരു ലോഡ് പുച്ച അങ്ങ് വാരി വിതറി. ഏട്ടാ, എന്തായി നോക്കി നിൽക്കുന്നേ, ആ ബുക്കിങ് കൊടുക്ക് എന്നും പറഞ്ഞുകൊണ്ട് നന്ദു സിദ്ധുവിനെ പിടിച്ച് എഴുന്നേൽപ്പിച്ചു. സിദ്ധു പവിയുടെ അരികിൽ ചെന്നു ഏറെ പ്രണയത്തോടെ ആ പൊക്കിയിൽ ചുണ്ടമർത്തി. ശേഷം പവിക്ക് നേരെ നീട്ടി. കൂടെ ഒരു ഐ ലവ് യുവും. അവൻ്റെ പ്രവൃത്തിയിൽ പവി ആകെ തറഞ്ഞു പോയിരുന്നു. പവി ചമ്മലോടൊന്ന് തിരിഞ്ഞു നോക്കി. എല്ലാവരുടെയും കണ്ണുകൾ തങ്ങളിലേക്കാണെന്ന് കണ്ടതും അവൾ സിദ്ധുവിനെ കോർപ്പിച്ച് നോക്കി. ആ ബൊക്കെ വാങ്ങിച്ചതും അവനവളെ നോക്കി സൈറ്റടിച്ച് കാണിച്ചു. അന്നേരം അവൾ ഒരു തരം വിറയലോടെ അവനിൽ നിന്നുള്ള നോട്ടം മാറ്റി. അനിയനെ കണ്ട് പഠിക്കുമെന്നും പറഞ്ഞുകൊണ്ട് സിദ്ധുവിൻ്റെ ഏട്ടത്തി അവൻ്റെ ഏട്ടനെ നുള്ളി. ചേട്ടാ, ഇവനെനിക്കൊരു വെല്ലുവിളി ആവുമല്ലോ എന്ന പോലെ അരവിന്ദ് സിദ്ധുവിനെ വല്ലാത്ത ഭാവത്തിൽ നോക്കി. സിദ്ധുവിൻ്റെ കൂട്ടുകാർ മനോഹരമായ നിമിഷങ്ങൾ ഓരോന്നും ഫോട്ടോയായും വീഡിയോയായും ക്യാമറയിൽ പകർത്തുന്നുണ്ട്. ഒരു ഐ ലവ് യു ടു പറയേണ്ട പല്ലവി എന്നുള്ള നന്ദുവിൻ്റെ പറച്ചിൽ കേട്ട് സിദ്ധുവിൻ്റെ മുഖം വിടർന്നു. ഹാവോ, അങ്ങനെയെങ്കിലും ഈ കുരിപ്പിനെ കൊണ്ട് ഒരു ഉപകാരം ഉണ്ടാകാൻ പോകുന്നു എന്നും മനസ്സിൽ പറഞ്ഞ് സിദ്ധു പവിയെ നോക്കി. അവൻ്റെ കണ്ണുകൾ അപ്പോഴും പവിയുടെ സൗന്ദര്യം ഒപ്പിയെടുക്കുന്നുണ്ട്. പറ
പവി കേൾക്കാൻ പാകത്തിൽ സിദ്ധു പറഞ്ഞു. ഞാൻ ഒരുപാട് തവണ അവനോട് പറഞ്ഞതാ അത്. അല്ല സിദ്ധു എന്നുള്ള പവിയുടെ പറച്ചിൽ കേട്ട് അതിപ്പോ എന്ന പോലെ സിദ്ധു അവളെ നോക്കുന്നുണ്ട്. പിന്നീട് പവി എല്ലാവർക്കുള്ള ജ്യൂസുമായി അങ്ങോട്ട് വന്നു. എല്ലാവർക്കും ജ്യൂസ് നൽകി ശേഷം സിദ്ധുവിനും കൊടുത്തു. ശേഷം ചായ സൽക്കാരവും നടന്നു. പലതരം പലഹാരങ്ങൾ ടേബിളിൽ നിരത്തിയിട്ടുണ്ട്. സിദ്ധുവിൻ്റെ അമ്മയും ഏട്ടത്തിയും പവിയെയും അവരുടെ കൂടെ പിടിച്ചിരുത്തി. സിദ്ധുവിൻ്റെ അച്ഛൻ്റെയും ഏട്ടൻ്റെയും മുന്നിൽ ഇരിക്കുന്നത് കൊണ്ട് പവിക്ക് നല്ല ചമ്മലും ടെൻഷനും ഉണ്ട്. സിദ്ധുവിൻ്റെ തൊട്ടരികിലാണ് പവിയുടെ സ്ഥാനം. കയ്യിൽ പിടിച്ചും തൊട്ടുരുമിയും സിദ്ധു അത് പരമാവധി ഉപയോഗിക്കുന്നുണ്ട്. ഒരു സിഗരറ്റ് എടുക്കട്ടെ എന്നുള്ള സിദ്ധുവിൻ്റെ പറച്ചിൽ കേട്ട് പവി അവനൊന്ന് നോക്കി. അല്ല, മുഖത്ത് നല്ല ടെൻഷനും കാണുന്നുണ്ട്. അതുകൊണ്ട് ചോദിച്ചതാ. അവൾക്ക് കേൾക്കാൻ മാത്രം പാകത്തിലാണ് സിദ്ധുവിൻ്റെ സംസാരം. അതിനിടയിൽ സിദ്ധു ഒരു ജിലേബി എടുത്ത് കഴിച്ചു. ബാക്കി അവളുടെ വായിൽ വെച്ചു കൊടുത്തു. അവൻ കുടിച്ച ചായ പകുതി അവളെ കുടിപ്പിക്കുക കൂടി ചെയ്ത് ഇന്നലെ അവൾ പറഞ്ഞതിൻ്റെ ഒരു തിരിച്ചടി കൊടുത്തു. എൻ്റെ വായിൽ വെച്ചത് നീ കഴിക്കില്ല എന്ന് പറഞ്ഞിട്ട് ഇനി എന്തൊക്കെ കാണാൻ കിടക്കുന്നു മോളെ. അതെ പവി, എനിക്കേ നിന്നെ ഇങ്ങനെ കാണുമ്പോൾ കിസ് ചെയ്യാൻ തോന്നുന്നുണ്ട് എന്നുള്ള അവൻ്റെ പറച്ചിൽ കേട്ട് അവൾ അവൻ്റെ കൈ പിടിച്ച് നുള്ളി. എല്ലാവരും തൊട്ടരികിലുണ്ട്. അപ്പോഴാണ് അവൻ്റെ ഇതുപോലുള്ള സംസാരം. എടി, എനിക്ക് നിന്നെ തനിച്ചൊന്ന് കാണണം. എന്തിനാ? അവൾ ചോദിച്ചു. ചുമ്മാ ഒന്ന് സംസാരിക്കാൻ. അല്ല, ഇവിടെ ചെറുക്കനും പെണ്ണും ഒറ്റയ്ക്ക് സംസാരിക്കുന്ന ചടങ്ങൊന്നുമില്ലേ? അക്കാര്യം ആരും ചോദിച്ചതുമില്ല. ഷേ, കാരണവന്മാരില്ലാത്തതിൻ്റെ കുറവാണ് ഇതൊക്കെ. അച്ചച്ചനെ കൂട്ടി വന്നാൽ മതിയായിരുന്നു. സിദ്ധു ഓരോന്ന് പറയുന്നുണ്ട്. ഈ സംസാരിക്കുന്നതൊന്നും പോരെ? പവി തിരിച്ചു ചോദിച്ചു. ഇതെന്തോന്ന് സംസാരം? നീ മുറിയിലോട്ട് ചെല്ല്, ഞാൻ അങ്ങോട്ട് വരാം. അതൊന്നും പറ്റില്ല സിദ്ധു, നീ ഒന്ന് അടങ്ങിയിരി. പറ്റുമോന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്നും പറഞ്ഞ് സിദ്ധു മുന്നിലിരിക്കുന്ന വെള്ളത്തിൻ്റെ ഗ്ലാസ് എടുത്ത് അതിൽ നിന്നും അല്പം കുടിച്ചു. ബാക്കി അതുപോലെ തൻ്റെ ഷർട്ടിലേക്ക് വീഴ്ത്തി. ഒന്നും അറിയാത്ത മട്ടിൽ ഒരു ലോഡ് ആറ്റിറ്റ്യൂഡും വാരി വിതറി. സംഭവത്തിൻ്റെ സത്യാവസ്ഥ തിരിച്ചറിയാത്ത പാവം ഓൾഡ് ജനറേഷൻ സിദ്ധുവിനെ പവിയുടെ കൂടെ പറഞ്ഞു വിട്ടു. നിഷ്കുവായി പവിയുടെ കൂടെ പോകുന്ന സിദ്ധുവിനെ കണ്ട് കൂട്ടുകാർക്ക് ചിരിയും വരുന്നുണ്ട്. ചെല്ലട ചെല്ല് എന്ന മട്ടിൽ കൂട്ടുകാർ അവന് തംസപ്പ് കാണിച്ചു. കാര്യം കത്തിയ ഏട്ടൻ അരവിന്ദ് അവനെ ഒന്നിരുത്തി നോക്കി. വെള്ളം അകം നനഞ്ഞു. തൻ്റെ ഏട്ടനെ നോക്കി ഒരുവിധം പറഞ്ഞുകൊണ്ട് അവിടുന്ന് തലയൂരി നടക്കുമ്പോൾ ദേ വാതിക്കൽ നിൽക്കുന്നു ഒരുത്തി, ചില്ലു. ഏതോ ഒരു അന്യഗ്രഹ ജീവിയെപ്പോലെ അവൾ സിദ്ധുവിന് നോക്കിയതും ഇതൊന്നും കാണാൻ ശേഷിയില്ലാതെ സിദ്ധു കൂളിംഗ് ഗ്ലാസ് എടുത്തു വെച്ചു. പവിയുടെ പിന്നാലെ പോകുന്ന സിദ്ധു ഇത്രയും നേരം പുഞ്ചിരിയോടെ നിന്നിരുന്ന നന്ദുവിൻ്റെ മുഖം അതോടെ മങ്ങി. പവിക്ക് പിന്നാലെ സിദ്ധു പവിയുടെ മുറിയിലെത്തിയതും തുറന്നു കിടക്കുന്ന ഡോർ അവൻ അടച്ചു കുറ്റിയിട്ടു. അവൻ്റെ ആ പ്രവൃത്തിയിൽ പവിയുടെ ഉള്ളമൊന്ന് വിറച്ചു. തനിക്ക് നേരെ അടുക്കുന്ന സിദ്ധുവിനെ കണ്ടത് അവൾ പിന്നിലോട്ട് ചുവടുകൾ വച്ചു. ദേ സിദ്ധു, കളിക്കല്ലേ, താഴെ എല്ലാവരും ഉണ്ട്. അതിനെന്താ, ഒരു മുദ്ദുകവ് അത്രയല്ലേ ഉള്ളൂ. നീ തരുന്നോ അതോ ഞാൻ തരണോ? സിദ്ധു അവളെ നോക്കിക്കൊണ്ട് മുന്നോട്ട് നടക്കുന്നുണ്ട്. ഇവൻ്റെ ഒരു മുദ്ദുകവ്. പൊയ്ക്കോ അവിടുന്ന്. എങ്ങോട്ട് പോവാൻ? എൻ്റെ പല്ലി, എല്ലാത്തിനുള്ള ലൈസൻസിന് അപേക്ഷിച്ചിട്ടാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. ഓ പിന്നെ ആരൊക്കെ ലൈസൻസ് തന്നാലും ഞാൻ ലൈസൻസ് തരാതെ ഇതൊന്നും നടക്കില്ല സിദ്ധു. നിൻ്റെ ലൈസൻസ് എപ്പോൾ കിട്ടും? സിദ്ധു ചോദിച്ചു. അതൊന്നും പറയാൻ പറ്റില്ല, എനിക്ക് തോന്നുമ്പോൾ തരും. എന്നാ നിൻ്റെ ലൈസൻസ് എനിക്ക് വേണ്ടെങ്കിലോ? അവളെ വല്ലാത്ത ഭാവത്തിൽ നോക്കി മുന്നോട്ട് നീങ്ങിക്കൊണ്ട് അവൻ ചോദിച്ചു. അതിനിടയിൽ അവളുടെ തോളിൽ കിടക്കുന്ന ചുരിദാറിൻ്റെ ഷോൾ അവൻ തൻ്റെ കൈക്കുള്ളിൽ ഒതുക്കി. അതിങ്ങ് താ സിദ്ധു. ഒരു കൈ അവന് നേരെ നീട്ടി മറുകൈയാലെ തൻ്റെ നെഞ്ചിന് കുറുകെ കൈവച്ചുകൊണ്ട് അവൾ പറഞ്ഞതും സിദ്ധു ഷോൾ ബെഡിലേക്ക് വലിച്ചെറിഞ്ഞു. അവൾ എന്തേലും പ്രവർത്തിക്കും മുൻപ് സിദ്ധു അവളുടെ ഇടുപ്പിലൂടെ കൈയിട്ട് തന്നോട് അടുപ്പിച്ചു. അവൻ്റെ ആ പ്രവൃത്തിയിൽ അവൾ അവൻ്റെ നെഞ്ചി തട്ടി നിന്നു. അവൾ അവൻ്റെ കൈ കിടന്ന് കുതറുന്നുണ്ട്. തൻ്റെ കീഴ്ച്ചുണ്ട് കടിച്ചു പിടിച്ച് അവൻ അവളെ വല്ലാത്ത ഭാവത്തിൽ നോക്കി. സിദ്ധു വേണ്ടട്ടോ. സിദ്ധുവിൻ്റെ നോട്ടവും ഭാവവും കണ്ട് അവൾ പറഞ്ഞു. എന്ത് വേണ്ടെന്ന്? അതിന് ഞാനൊന്നും ചെയ്തില്ലല്ലോ. ഇടത് കൈയാൽ അവൻ അവളെ വട്ടം ചുറ്റി പിടിച്ചിട്ടുണ്ട്. ഇറുകിയ ടോപ്പിലെ ഇറക്കി വെട്ടിയ കഴുത്തിക്കൂടി അവളുടെ മാറിൻ ചുഴി അനാവൃതമാണ്. ഒരു വട്ടം അവൻ്റെ കണ്ണുകൾ അവിടെ എത്തി നിന്നു. ഒരു വേള അവൻ്റെ കണ്ണുകൾ വിടർന്നു. അവിടെ ഒന്ന് ചുണ്ടമർത്താൻ അവൻ്റെ ഉള്ളം വെമ്പി. അവൻ തൻ്റെ ഉള്ളിലെ മോഹങ്ങളെ അടക്കിപ്പിടിച്ചു. അവളുടെ മുഖത്തേക്ക് ദൃഷ്ടി പതിപ്പിച്ചുകൊണ്ടവൻ വലത് കൈകൊണ്ട് അവളുടെ കഴുത്തിൽ നിന്നും ചുരിദാറിൻ്റെ ടോപ്പ് അല്പം പൊക്കി വെച്ചു. ആ നിമിഷം അവളുടെ ഹൃദയം പോലും വിറച്ചിരുന്നു.
അവളിലെ വിറയൽ മനസ്സിലാക്കി അവൻ അവളെ നോക്കി കണ്ണു ചിമ്മി. ഇപ്പോൾ എനിക്കിതൊന്നും ഇങ്ങനെ കാണിച്ച് തരല്ലേ പ്ലീസ്. കൺട്രോളിന് ഒരു കുറവില്ല, എന്നാലും ലൈസൻസിന് അപേക്ഷിച്ച സ്ഥിതിക്ക് എൻ്റെ കണ്ണുകൾ എന്നെ ചതിക്കും. അത് നിനക്ക് ഇഷ്ടമായെന്ന് വരില്ല. പിന്നെ ഒന്നും രണ്ടും പറഞ്ഞ് നമ്മൾ അടിയാവും. അപ്പോൾ എനിക്ക് വാശിയാവും. അപ്പോൾ ഞാൻ ചിലപ്പോൾ പലതും ചെയ്തെന്ന് വരാം. അന്നത്തെ മോതിരം സംഭവം നിനക്ക് ഓർമ്മയുണ്ടല്ലോ അല്ലേ എന്നുള്ള അവൻ്റെ പറച്ചിൽ കേട്ട് അവൾക്ക് ചമ്മലവും ദേഷ്യവും ഒരുമിച്ച് വന്നു. പിന്നെയും പിന്നെയും സിദ്ധുവിൻ്റെ കണ്ണുകൾ അവളുടെ മുഖത്ത് കൂടെ അലഞ്ഞു നടക്കുന്നുണ്ട്. ഏറെ പ്രണയത്തോടെ അവൻ അവളുടെ മുഖത്ത് വീണ് കിടക്കുന്ന മുടിയിഴകൾ മാടി ഒതുക്കി കൊടുത്തതും ഒരു വേള അവളുടെ കണ്ണുകൾ അവൻ്റെ കണ്ണുമായി കൊരുത്തു. ആ നിമിഷം അവൾ തൻ്റെ ചെരുപ്പൂരി അവൻ്റെ കാലിന് മേലെ കയറി നിന്നു. അവൻ്റെ കഴുത്തിലൂടെ വട്ടം ചുറ്റി പിടിച്ചതും അവൻ്റെ കണ്ണുകൾ ഒന്നുകൂടെ തിളങ്ങി. അവൻ തൻ്റെ 2 കൈകൊണ്ടും അവളെ ഒന്നുകൂടെ ചേർത്ത് പിടിച്ചതും രണ്ടുപേരുടെയും കണ്ണുകൾ പരസ്പരം ആഴ്ന്നിറങ്ങി പ്രണയം കൈമാറുന്നുണ്ട്. അതിരങ്ങൾ തമ്മിൽ നൂലിഴ വ്യത്യാസത്തിലാണുള്ളത്. ഇരുവരുടെയും നിശ്വാസങ്ങൾ പരസ്പരം മുഖത്ത് തട്ടുന്നുണ്ട്. ഒടുവിൽ ഇരുവരും ബെഡിനരികിലെത്തിയതും സിദ്ധു അവളുമായി ബെഡിലേക്കൊന്ന് മറിഞ്ഞു. ആ വീഴ്ചയിൽ ഒരു വേള അവൾ തൻ്റെ കണ്ണുകൾ ഇറുകെ അടച്ചു. നിമിഷങ്ങൾ കടന്നുപോയി. അവൾ കണ്ണു തുറക്കുമ്പോൾ സിദ്ധുവിൻ്റെ മേലെയാണ് അവളുള്ളത്. തന്നെ ആദ്യമായി കാണുന്ന പോലെ തൻ്റെ മുഖത്തേക്ക് നോക്കിക്കിടക്കുന്ന സിദ്ധു. അവൻ്റെ ആ നോട്ട് അവളിൽ നാണം നിറച്ചു. അടുത്ത നിമിഷം അവൻ അവളെയും കൊണ്ടൊന്ന് മറിഞ്ഞു. ഇപ്പോൾ അവൻ്റെ കീഴെയാണ് അവളുള്ളത്. സിദ്ധു, എനിക്ക് കവി എന്തോ പറയാൻ വന്നതും സിദ്ധു അവളുടെ ചുണ്ടിന് കുറുകെ തൻ്റെ വിരൽ വെച്ച് തടഞ്ഞു. അവൾ പിന്നീട് ഒന്നും പറയാൻ പോയില്ല. അവൻ തൻ്റെ ചൂണ്ടുവിരലിനാൽ അവളുടെ ആദരമൊന്ന് തഴുകി. അവളുടെ ഉള്ളമൊന്ന് വിറച്ചു. നെഞ്ചിടിപ്പേറി വന്നു. പവി, ക്യാൻ ഐ കിസ് യു നൗ? അവളുടെ കണ്ണിലേക്ക് ദൃഷ്ടി പതിപ്പിച്ചുകൊണ്ടവൻ ഏറെ പ്രണയത്തോട് ചോദിച്ചതും മറുത്തൊന്നും പറയാനാവാതെ അവൾ അവന് മുന്നിൽ നിന്ന് വിയർത്തു. പവി, ക്യാൻ ഐ? അനുവാദത്തിനെന്നവൻ അവൻ തൻ്റെ ചോദ്യം ആവർത്തിച്ചു. ആ നിമിഷം അവൾ സ്വയം മറന്നു പോയിരുന്നു. അവളുടെ മുഖം നാണം കൊണ്ട് ചുവന്നു തുടുത്തു. മറുപടി ഒന്നും പറയാതെ അവൾ അതുപോലെ കിടന്നു. അവളുടെ മുഖത്ത് വിരിഞ്ഞ ആ നാണം മതിയായിരുന്നവന്. അവൻ തൻ്റെ അതരങ്ങൾ അവളുടെ അതരങ്ങളുമായി ചേർത്ത് വെക്കാനൊരുങ്ങിയവയാണ് ഡോറിൽ തട്ടുന്ന ശബ്ദം കേൾക്കുന്നത്. സ്വബോധം വീണ്ടെടുത്ത പവി സിദ്ധുവിൽ നിന്നും അകന്നു മാറി തൻ്റെ ഷോൾ എടുത്ത് ധരിച്ചു. സിദ്ധു ആണെങ്കിൽ തൻ്റെ ലിപ് ലോക്കിൽ മണ്ണ് വാരിയിട്ടവരെ പ്രാഗിക്കൊണ്ട് തൻ്റെ ഡ്രസ്സും മുടിയും നേരെയാക്കുന്നുണ്ട്. അതിനിടയിൽ കവളിലെങ്കിലും ഒരു ഉമ്മ വെച്ചോട്ടെ എന്നപോലെ അവളോട് കെഞ്ചിയപ്പോൾ അവൾ തൻ്റെ കൈ അവന് നേരെ നീട്ടി. കൈയെങ്കിൽ കൈ എന്ന പോലെ അവൻ അവളുടെ കയ്യിൽ ചുംബിച്ചു. നിന്നെ എൻ്റെ കൈ കിട്ടും, അപ്പം ഞാനേ ഇതിൻ്റെയൊക്കെ പലിശ സഹിതം തരുന്നുണ്ട്. അവനത് പറഞ്ഞതും അവളെ നേരം പുച്ഛിച്ചു. എന്താ ബെറ്റുണ്ടോ? അവളുടെ പുച്ഛം കണ്ടവൻ ചോദിച്ചു. എൻ്റെ സിദ്ധു, നീ വെച്ച ബെറ്റേ ആദ്യം ജയിക്കാൻ നോക്ക്, എന്നിട്ട് പോരെ അടുത്ത ബെറ്റ്, പവി ചെറുചിരിയാലെ പറഞ്ഞു. അതവിടെ കിടക്കട്ടെ, അതിന് ഇനിയും സമയമുണ്ടല്ലോ. പിന്നെ ബെറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ ജയിക്കാനും എനിക്കറിയാം. ഇതെൻ്റെ അഭിമാന പ്രശ്നമാണ്, നീ നോക്കിക്കോ. ഇനി ഇതുപോലൊരവസരം കിട്ടിയാൽ നിൻ്റെ ഇവിടെയും 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 കിസ് ചെയ്തിരിക്കും. അതും നമ്മുടെ കല്യാണത്തിന് മുന്നേ, ഈ മറയൊന്നുമില്ലാതെ, വിത്ത് യുവർ പെർമിഷൻ. തൻ്റെ അതരങ്ങളിലും മാറിലും വയറിലും വിരൽ ചൂണ്ടിക്കൊണ്ടവൻ പറഞ്ഞതും ഒരു നിമിഷം അവളൊന്ന് പതറിയെങ്കിലും പിന്നീട് അതിന് നീ ഒന്നുകൂടെ ജനിക്കണം എന്നും പറഞ്ഞവൾ അവനെ പുച്ഛിച്ച് തള്ളി. നമുക്ക് നോക്കാം എന്നും പറഞ്ഞവൻ അവളെ മൊത്തത്തിൽ നൊഴിഞ്ഞു. തൻ്റെ കൂളിംഗ് ഗ്ലാസ് മുഖത്ത് വെച്ച് ഡോർ തുറന്നതും മുന്നിൽ നിൽക്കുന്നു നന്ദു. അവളെന്തോ പറയാൻ വന്നതും അവളെ അതിനനുവദിക്കാതെ സിദ്ധു അവളുടെ കയ്യം പിടിച്ച് താഴേക്ക് നടന്നു. സിദ്ധുവിനെയും കാത്ത് എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു. എല്ലാവരും പോവാൻ വേണ്ടി ഇറങ്ങിയതായിരുന്നു. എന്തോ നടയത്, ഇത്രയും ആക്രാന്തം പാടില്ല. അബി സിദ്ധുവിനെ കളിയാക്കി. ചെറുക്കൻ്റെ വീട് കാണൽ ചടങ്ങിന് പെൺ വീട്ടുകാരെ ക്ഷണിച്ചുകൊണ്ട് പവിയുടെ വീട്ടുകാരോട് യാത്ര പറഞ്ഞു. എല്ലാവരും പുറത്തേക്ക് നടന്നു. അല്ല, പവിമോളുടെ അച്ഛൻ്റെ വീട്ടുകാരെക്കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ എന്നുള്ള സിദ്ധുവിൻ്റെ അമ്മയുടെ ചോദ്യം കേട്ട് പവിയുടെ അമ്മാവനും അമ്മയും ഒരു നിമിഷം എന്ത് പറയണം എന്നറിയാതെ കുഴങ്ങി. അത് പിന്നെ ഇവരുടെയും പ്രണയവിവാഹമായിരുന്നു, അതുകൊണ്ട് വീട്ടുകാരുമായി ബന്ധമൊന്നുമില്ല എന്ന് പറഞ്ഞതും പരമേശ്വരൻ്റെ മുഖം ഒന്ന് ചുളുങ്ങി. അല്ല, അച്ഛൻ മരിച്ചു എന്നല്ലേ പറഞ്ഞേ, എന്നിട്ട് ഇവിടെ എവിടെയും അച്ഛൻ്റെ ഒരു ഫോട്ടോ പോലും കണ്ടില്ലല്ലോ, അരവിന്ദ് ചോദിച്ചു. അത് പിന്നെ രാവിലെ പൊടിയൊക്കെ തുടയ്ക്കുന്ന നേരത്ത് ഫോട്ടോ വീണ് പൊട്ടി, ഇനിയിപ്പോൾ ഫ്രെയിം ചെയ്യിപ്പിക്കണം. ചില്ലുവിൻ്റെ അമ്മയാണത് പറഞ്ഞത്. കൂടുതലൊന്നും ചോദിക്കാതെ അവരൊക്കെ മുന്നോട്ട് നടന്നു. എല്ലാവരും കാറി കയറി.
അപ്പോഴേക്കും പവിയും പുറത്തേക്ക് വന്നു. അച്ഛനും അമ്മയും ബാക്കിയുള്ളവരും പോയി കഴിഞ്ഞതും സിദ്ധു തൻ്റെ കാറിൽ നിന്നും ചോക്ലേറ്റ് ഹാമ്പർ എടുത്ത് പവിക്ക് നൽകി. അതിനിടയിൽ ഇരുവരെയും ഒരുമിച്ച് നിർത്തി കൂട്ടുകാർ കുറച്ച് ഫോട്ടോസ് എടുത്തപ്പോൾ ചില്ലു പവിയുടെ ഫോണിലും ഈ ഫോട്ടോസ് പകർത്തി. എല്ലാവരോടും യാത്ര പറഞ്ഞ് പവിക്കൊരു ഫ്ലൈയിങ് കിസും സമ്മാനിച്ചു. സിദ്ധുവും കൂട്ടുകാരും അവിടെ നിന്ന് മടങ്ങി. പവിയുടെയും സിദ്ധുവിൻ്റെയും വിവാഹം ഉറപ്പിച്ച കാര്യം ഹരിയിൽ നിന്നും അറിഞ്ഞതായിരുന്നു ഓംകാർ. എടോ, നിനക്കറിയാലോ, ഞാൻ ഈ കോളേജ് ജോയിൻ ചെയ്ത് തന്നെ പവിയെ കാണാനും അവളെ സംരക്ഷിക്കാനും വേണ്ടിയാ. എനിക്കവളെ അവർക്ക് മുന്നിൽ എറിഞ്ഞു കൊടുക്കാൻ പറ്റില്ല. അവളെൻ്റെ പെങ്ങളല്ലേടാ, നിനക്കും അറിയാവുന്നതല്ല അതൊക്കെയും. അവൾക്ക് ഞാൻ ആരാണെന്ന് അറിയില്ലെങ്കിലും എനിക്കറിയാലോ അവളെൻ്റെ ആരാണെന്ന്. ഹരി, ഈ വിവാഹം നടക്കാൻ പാടില്ല. ഞങ്ങളുടെ അച്ഛൻ ആരാണെന്ന് അറിഞ്ഞാൽ സിദ്ധുവിൻ്റെ വീട്ടുകാർ ഉറപ്പായി അവളെ ശത്രുവായി കാണും. എന്തിന്, ഈ പറയുന്ന സിദ്ധു വരെ അവളെ വെറുത്തെന്ന് വരാം. അത് പാടില്ല. അതറിയാവുന്നത് കൊണ്ട് തന്നെയാണ് ഞാൻ ആദ്യമേ അവർ ഒന്നിക്കുന്നത് തടഞ്ഞത്. സിദ്ധു നല്ല പയ്യനായിരിക്കാം, പക്ഷേ സത്യങ്ങൾ അറിഞ്ഞാൽ വീട്ടുകാരിരുവയും ഒരുമിച്ച് ജീവിക്കാൻ വിടില്ല. അത് പാടില്ല. ഓംകാർ നെറ്റി തടവിക്കൊണ്ട് പറഞ്ഞു. ഓം, എന്നെക്കൊണ്ട് ഇക്കാര്യത്തിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇത് പോലീസ് ഇടപെട്ട കേസാണ്. ആ CN രമേശേ മഹാപെശകാണ്. അതുമല്ല, സിദ്ധു അയാളെ വെല്ലുവിളിക്കുകയും ചെയ്തു. അതുകൊണ്ട് ഈ വിവാഹം നടക്കുന്നത് തന്നെയാണ് നല്ലത്, ഹരി പറഞ്ഞു. ആരായിരിക്കും അവൾ ആ ലൈബ്രറിയിൽ വെച്ച് ആക്രമിക്കാൻ നോക്കിയേ? അവൻ തന്നെയായിരിക്കും അവരവിടെ പൂട്ടിയതും. അവനെ എൻ്റെ കയ്യിൽ കിട്ടട്ടെ, ഞാൻ ശരിയാക്കുന്നുണ്ട്, ഓം വലിഞ്ഞു മുറുകിയ മുഖത്തോടെ പറഞ്ഞു. എടാ ഹരി, ഞാൻ ആലോചിച്ചിട്ടേ ഇനി ഒരു വഴിയേ ഉള്ളൂ. സിദ്ധുവിൻ്റെ വീട്ടുകാർ സത്യങ്ങളൊക്കെ അറിഞ്ഞ് പവിയോട് മോശമായി പെരുമാറുകയാണെങ്കിൽ തിരിച്ചും അവരോട് അതുപോലെ പെരുമാറാൻ എനിക്കൊരു തുറുപ്പ് ചീട്ട് വേണം. ഓം, എന്താ നീ പറഞ്ഞു വരുന്നത്? നെറ്റി ചൊളിച്ചുകൊണ്ട് ഹരി ചോദിച്ചു. നന്ദന, അവൻ്റെ പെങ്ങൾ. അവള് പല്ലവിയെ വണ്ടിയിടിച്ച് കൊല്ലാൻ നോക്കിയ കാര്യമൊക്കെ ഞാൻ അറിഞ്ഞിരുന്നു. അപ്പോഴേ ഞാൻ അവൾക്ക് ഓങ്ങി വെച്ചതാ. ഉറപ്പായും പവിയും സിധു ഒരുമിക്കുന്നതിൽ അവൾക്ക് താല്പര്യം കാണില്ല. ഇനിയിപ്പോൾ സത്യങ്ങൾ നമ്മൾ മൂടിവെച്ച് വിവാഹം നടത്തിയാൽ പോലും നന്ദന അവൾ ആ വീട്ടിലുണ്ടായാൽ പവിക്ക് സമാധാനം ഉണ്ടാവാനും പോണില്ല. അതുകൊണ്ട് അവൾ അവിടെ നിന്ന് ഒഴിവാക്കണം. ഇനിയിപ്പോൾ പവിക്ക് എന്തേലും പ്രശ്നങ്ങൾ വരികയാണേ നന്ദനയെ വെച്ചായിരിക്കും ഞാൻ കളിക്കാൻ പോകുന്നത്. നീ ഒന്ന് തെളിച്ച് പറയാവും. അത് പിന്നെ ഈ കല്യാണത്തിൻ്റെ കൂടെ എൻ്റെയും നന്ദനയുടെയും വിവാഹം നടക്കണം. അതിനെന്തെങ്കിലും വഴിയുണ്ടോ എന്ന് നീ നോക്കിക്കേ. ഓം പറഞ്ഞത് കേട്ടതും ഹരിയുടെ കണ്ണുകൾ ഓമിലേക്ക് നീണ്ടു. എടാ, അത് വേണോ? ആ പെണ്ണൊരു അഹങ്കാരിയാ. പെങ്ങൾക്ക് വേണ്ടി നിൻ്റെ ലൈഫ് വെച്ച് കളിക്കണോ? വേണം ഹരി. ഞാനല്ലാതെ അവൾക്ക് പിന്നെ ആരാ ഉള്ളത്? പിന്നെ നന്ദന എൻ്റെ കയ്യിലൊന്ന് കെട്ടിക്കോട്ടെ. അവളുടെ അഹങ്കാരം ഞാൻ തീർത്ത് കൊടുക്കുന്നുണ്ട്. അത് പറയുമ്പോൾ ഓമിൻ്റെ കണ്ണുകളിൽ അഗ്നി എരിഞ്ഞു. എടാ, നന്ദന നിൻ്റെ മുറപ്പെണ്ണല്ലേ? അപ്പോൾ പിന്നെ നിനക്ക് ആ രീതിയിൽ പ്രപ്പോസൽ കൊണ്ട് ചെല്ലാലോ. ഹേയ്, അത് നടക്കില്ല. ഞാൻ ആരാണെന്ന് ഇപ്പോൾ ആരും അറിയണ്ട. അതിനുള്ള സമയവും ആയിട്ടില്ല, ഓം പറഞ്ഞു. അല്ലടാ, ശരിക്കും പവിയുടെ വീട്ടുകാരും സിദ്ധുവിൻ്റെ വീട്ടുകാരും തമ്മിൽ എന്താ പ്രശ്നം? സിദ്ധുവിൻ്റെ അപ്പച്ചി, അതായത് എൻ്റെ അമ്മ, എൻ്റെ അമ്മയെ കൊന്നതേ എൻ്റെയും പവിയുടെയും അച്ഛനാണെന്നാണ് അവർ കരുതിയിരിക്കുന്നത്. അങ്ങനെയുള്ള ഒരാൾ മറ്റൊരു സ്ത്രീയെ കല്യാണം കഴിച്ചു, അതിലെ മകളാണ് പവിയെന്നറിഞ്ഞാൽ അവർക്കത് സഹിക്കുമോ? അവർ ആ അമ്മയും മകളെയും വെറുതെ വിടുമോ? പ്രത്യേകിച്ച് സഹോദരി അത്രമേൽ സ്നേഹിക്കുന്ന സിദ്ധുവിൻ്റെ അച്ഛൻ. അപ്പോൾ നിനക്ക് ആ അമ്മയോടും മകളോടും ദേഷ്യമില്ലല്ലോ? അതിന് എനിക്കറിയാലോ സത്യങ്ങൾ എന്താണെന്ന്. ആ അച്ഛൻ്റെ മകനാണെങ്കിലും ഞാൻ അവരുടെ സഹോദരിയുടെ മകനാണല്ലോ. അതുകൊണ്ട് അവർക്ക് ചിലപ്പോൾ എന്നോട് വിരോധം കാണില്ല. പക്ഷേ പവി അങ്ങനെയല്ലല്ലോ. എനിക്ക് സിദ്ധുവിൻ്റെ വീട്ടുകാരോടും ഒരു ദേഷ്യമില്ല. മറിച്ച് എൻ്റെ അമ്മയുടെ വീട്ടുകാരെന്ന നിലയിൽ സ്നേഹം മാത്രമേ ഉള്ളൂ. പക്ഷേ അതിനേക്കാളൊക്കെ ഏറെ എനിക്ക് വലുത് എൻ്റെ അനിയത്തിയ. അവൾ വേദനിക്കുന്നത് എനിക്ക് സഹിക്കില്ല. അവൾക്ക് വേണ്ടിയാ ഞാൻ ജീവിക്കുന്നത് പോലും. ഓമിൻ്റെ കണ്ണുകൾ അറിയാതെ നിറഞ്ഞു തുടങ്ങി. എടാ, നിനക്ക് തുറന്ന് പറയായിരുന്നില്ലേ നീ അവളുടെ ആരാണെന്ന്? വേണ്ട, അവളിപ്പോൾ ഒന്നും അറിയണ്ട. അവൾക്ക് ഒന്നും അറിയില്ല. അവളുടെ അച്ഛൻ ജീവിച്ചിരിപ്പുണ്ടെന്ന് പോലും. ആദ്യം എനിക്കറിയേണ്ടത് സിദ്ധുവിന് പവിയോടുള്ള സ്നേഹം സത്യമാണോ എന്നാണ്. അത് കഴിഞ്ഞ് ബാക്കി തീരുമാനിക്കാം. പിന്നെ നന്ദന, അവളെ എനിക്ക് വേണം. കൊല്ലാനല്ല, വളർത്താൻ തന്നെയാണ് എന്നും പറഞ്ഞ് ഓംകാർ എഴുന്നേറ്റു. പിന്നാലെ ഹരിയും.